സർക്കാരിൻ്റെ രാഷ്ട്രീയ പരിപാടികളിൽ പോലും ബോധപൂർവം സനാതനധർമ്മത്തെ അവഹേളിക്കുന്ന പ്രവണത നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടതാണ്. അതായത് ഒരു ആവശ്യവുമില്ലാത്ത രാഷ്ട്രീയ പരാമർശങ്ങൾ നടത്തേണ്ടുന്ന വേദികളിൽ പോലും ഹിന്ദു ദേവതകളെ അപമാനിക്കുക, സനാതനധർമ്മത്തിനെതിരെ സംസാരിക്കുക, ഇതൊക്കെ കൃത്യമായി ആരെയോ പ്രീണിപ്പിക്കുന്നതിനു വേണ്ടിയാണ് എന്നുള്ള വിവാദം അപ്പോഴൊക്കെ ഉണരുമ്പോൾ ഇത് തങ്ങൾ അങ്ങനെ പറയുന്നതല്ല, പൊതുസമൂഹത്തിന് വേണ്ടിയാണ് എന്ന് സ്ഥാപിച്ചെടുക്കുകയാണ്. കൃത്യമായ ഒരു അജണ്ട ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. അത് ഓരോ തലത്തിലും, അതിനി ഹിന്ദുക്കളുടെ കാര്യത്തിലും ക്ഷേത്രങ്ങളുടെ കാര്യത്തിലും അതല്ല പൊതുസമൂഹത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ആശയവിനിമയം നടത്തുമ്പോൾ പോലും ഇതിങ്ങനെ മെല്ലെ മെല്ലെ ഓരോ മനുഷ്യരിലേക്കും ഇഞ്ചക്ട് ചെയ്യുക എന്നുള്ള രീതിയിലേക്കല്ലേ ഇപ്പോൾ ഈ ഇടതുപക്ഷവും സർക്കാരും ഒക്കെ കൊണ്ടുപോകുന്നത്. പ്രീണന സ്വഭാവം അതിൻ്റെ അങ്ങേയറ്റം, അതിൻ്റെ ഏറ്റവും വലിയ പരിസമാപ്തിയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമായി തന്നെയല്ലേ ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ മാഡം ഒരു കാര്യം നോക്കിക്കോളൂ, ഇവരുടെ ഈ പ്രീണനവും ഇതെല്ലാം തുടങ്ങിയത് എപ്പോഴാണ്? ഇതിനു മുമ്പും കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഉണ്ടായിരുന്നു. വിജയ് സാറ് പറഞ്ഞ പോലെ ആ സമയത്തൊക്കെ ഘടകകക്ഷികളിലെ വിശ്വാസികളായ ആളുകളെയാണ് ഇതിൻ്റെ സ്ഥാനത്തേക്കൊക്കെ കൊടുത്തിരുന്നത്. ഇതിനു മുമ്പും ഇവരീ പറയുന്ന അക്സർ സാർ ഇപ്പോൾ പോയത് കൊണ്ട് ഇനി അത് കൊള്ളിച്ച് പറയാൻ പറ്റില്ല, അദ്ദേഹം ഇല്ലാത്ത സദസ്സിൽ നമ്മൾ പറയരുതല്ലോ. എന്നാലും നിങ്ങൾ എടുത്തു നോക്കൂ, ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് കേരളത്തിൽ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ 10 വർഷം, 9 വർഷം, ഇപ്പോൾ 10 ആവാൻ പോണു, അല്ലാതെ അതിന് മുമ്പത്തെ വർഷങ്ങളിലും ഇതിനും നല്ല സത്യസന്ധരായ കമ്മ്യൂണിസ്റ്റുകാർ മുഖ്യമന്ത്രിയും മറ്റു സ്ഥാനങ്ങളിൽ ഇരുന്നുണ്ട്. അവരാരും ഈ തരം പ്രവർത്തികൾ ചെയ്തിട്ടില്ല. ഇത് കൃത്യമായി പ്ലാൻ ചെയ്ത് ഹിന്ദുക്കളെ ഉപദ്രവിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ ദേവസ്വം ബോർഡിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വിഭാഗം മാഡം പരിശോധിച്ചോളൂ. നിങ്ങൾ അതിനെക്കുറിച്ചൊരു പഠനം നടത്തണം. കാരണം നിങ്ങൾക്ക് കുറച്ചും കൂടി ആക്സസ് കിട്ടും കാര്യങ്ങളിലേക്ക് പോകാനും എല്ലാം. കാരണം അതിന് നോക്കിയാലും അറിയാം, കൃത്യമായി യാതൊരു വിശ്വാസമില്ലാത്ത ആളുകളെയാണ് അമ്പലത്തിൻ്റെയും മറ്റു അമ്പലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളുടെയും തലപ്പത്തിക്കൊണ്ടിരുന്നത്. ഇവരുടെ ആവശ്യം എന്താ? ഈ പറയുന്ന സ്വത്തുക്കളുള്ളത്, അതായത് 4000-ൽ ശിഷ്ടമാണ് വിജയ് സാറ് പറഞ്ഞത്. ഈ 4000 വിടൂ, ഇവിടുത്തെ മെയിൻ അമ്പലങ്ങൾ ശബരിമല, പത്മനാഭസ്വാമി ക്ഷേത്രം, ഗുരുവായൂരമ്പലം, ഇങ്ങനെ എടുക്കൂ നിങ്ങൾ, കൂടൽമാണിക്യം, ഈ അമ്പലങ്ങളിലെ ചോറ്റാനിക്കര, ഇതിൻ്റെ എല്ലാം ഭരണത്തിലിരുന്നാലേ ഇവർക്ക് കൈയിട്ട് വാരൽ നടക്കുള്ളൂ. പണ്ട് ഇവർ ഘടകകക്ഷികൾക്ക് കൊടുത്തിരുന്നു, ഇപ്പം കൊടുക്കില്ല. കാരണം എല്ലാം ഞങ്ങളുടെ നാട്ടിൽ പറയും കൈക്കോട്ട് എന്നാ പറയാ, വാട്ട് യു സേ, പിക്കാസ്. അതുപോലെ കൈക്കോട്ടിൻ്റെ സ്വഭാവ ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ LDFിലെ മറ്റു ഘടകകക്ഷികളൊന്നും ഇതിനെ തൃശ്ശൂർ ജില്ലയിൽ അനുകൂലിച്ചിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത്. ഈ CPMൻ്റെ കുറച്ച് പേര് ഈ എന്താ പറയുക വടക്കുനാഥൻ സമിതിയിലുമുണ്ട്, അതുപോലെ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിലുണ്ട്, അതുപോലെ ഈ പറയുന്ന പാറമേക്കാവായാലും എന്താ പറയുക തിരുവമ്പാടിയിലും എല്ലാത്തിലും ഇവരുടെ കുറച്ച് പേരുണ്ട്. ഇവരെ തള്ളിക്കയറ്റി ഇവരിലൂടെ ഇവരുടെ ധാർഷ്ട്യം അടിച്ചെടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി മാഡം എഴുതി വെച്ചോളൂ. ഇപ്പോൾ വിജയ് സാറ് പറയുന്നത് പോലെ ഹിന്ദുക്കൾ ഉണരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അത് കാരണം എന്തുകൊണ്ടാണ്? എന്നും അറ്റാക്ക് ചെയ്യപ്പെടുന്ന അവർ മാത്രമാണ്. മറ്റു സമൂഹക്കാരെ തൊടാനുള്ള ധൈര്യം ഈ പറയുന്ന ഗവൺമെൻറ്റിന് ഇല്ല. ഞാൻ ഇന്ന് വരുമ്പോൾ ഈ സ്റ്റുഡിയോയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ 2 പേരെ വിളിച്ചു ചോദിച്ചു, ഇവിടെ തൃശ്ശൂര് ഒരു ഫെസ്റ്റിവൽ ഹാപ്പി അവേഴ്സോ ഹാപ്പി ഡേ എന്നോ എന്തോ പറഞ്ഞിട്ട് അത് നടത്തിയപ്പോൾ മേഡം ഒന്ന് ആലോചിക്കണം, വടക്കുനാഥൻ്റെ ഉള്ളിലാണ് ബെല്ലി ഡാൻസ്, ഫാഷൻ ഷോ ഒക്കെ നടത്തുന്നത്. വടക്കുനാഥൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ, തേക്കുംകാട് മൈതാനത്തിൻ്റെ ഉള്ളിൽ, അമ്പലത്തിൻ്റെയാണത്. കൊച്ചിൻ ദേവസ്വം ബോർഡും വടക്കുനാഥവും കമ്മിറ്റിയും ഇത് ഇവിടുത്തെ ലൂർദ് പള്ളിയിലോ അല്ലെങ്കിൽ പുത്തമ്പള്ളിയുടെ കോമ്പൗണ്ടിലോ നടത്തുമോ? സമ്മതിക്കില്ല. കാരണം സമ്മതിക്കില്ല എന്ന് മാത്രമല്ല, അത് ഇവർക്ക് ദോഷം ചെയ്യും. ഹിന്ദുക്കളെ എന്നും ഏത് കാലത്തും വിജയ് സാറേ ഒരു കാര്യം ഉണ്ട്, ദൈവങ്ങളൊക്കെ നമ്മുടെ വാളും പരിചയമൊക്കെ തന്ന് ഉള്ള ദൈവങ്ങളാണ്. പക്ഷെ അവരൊക്കെ ക്ഷമയുടെ നെല്ലിപ്പടികളാണ്. സാറിന് എന്നെയും കാട്ടിലും കൂടുതൽ അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളിത് കാത്ത് നിൽക്കുന്നു. എന്ത് പറഞ്ഞാലും ഇപ്പം തൃശ്ശൂർ ജില്ലയിൽ എന്ത് പറഞ്ഞാലും പറയാൻ പോണ ഇനി എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ഒത്തുകളി കഴിഞ്ഞ പ്രാവശ്യം ഒരു കമ്മീഷണറുടെയും ഒരു DYSPയുടെയും തലയിലിട്ട് പോയ പോലെ
ഇത് പൂരത്തിൻ്റെ കാര്യത്തിൽ ചെയ്ത പോലെ ഇതിലും വരും. ഇതിലെ കൃത്യമായി അതാണ് ഞാൻ ചോദിച്ചത്, പറയണമായിരുന്നു. അദ്ദേഹം പോയ നിലയ്ക്ക് ഇനി അതിന് ഉത്തരം കിട്ടില്ല. ഈ ദേവസ്വം മന്ത്രി അദ്ദേഹം ഇതറിഞ്ഞില്ലേ? വേണ്ട, ഇവിടെ ഒരു കലക്ടർ ഉണ്ടല്ലോ, അക്സർ സാറ് പറഞ്ഞു വളരെ ഗവൺമെന്റിന്റെ വിശിഷ്ടാതിഥിയായിട്ട് സ്വീകരിക്കേണ്ട ഒരാളാണ്. പോട്ടെ, ഇവിടുത്തെ ഒരു കലക്ടർ അദ്ദേഹത്തെ വിടായിരുന്നല്ലോ ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്തിട്ട്. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇതെല്ലാം വെൽ പ്ലാൻഡ് ആണ്. ഒരു വിധത്തിലും പിന്നെ ഈ ദേവസ്വത്തിൽ ഇരിക്കുന്ന ഇത് വിജയ് സാറേ, അതിലെനിക്കൊരു എതിരഭിപ്രായം എന്താ വെച്ചാൽ, ദേവസ്വത്തിൻ്റെ ഈ പാറമേക്കാവായാലും തിരുവമ്പാടിയിലെയും സ്ഥാനത്തിരിക്കുന്ന ഭാരവാഹികൾ അവരുടെ കസാല മാത്രം ചിന്തിക്കരുത്. ഇങ്ങനത്തെ വിഷയങ്ങൾ കൂടി ചർച്ചയിലെടുത്ത് അവർ കൃത്യമായ ഇതിലൊരു ഒത്തൊരുമയുണ്ടാക്കി മുന്നോട്ട് വരണം. കഴിഞ്ഞ ദിവസം പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ ഒരു സെക്രട്ടറി പ്രസിഡന്റോ അദ്ദേഹം രാജേഷ് സാർ അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടു. ഇതിൻ്റെ ഉള്ളിൽ ചില രാഷ്ട്രീയക്കാരും ഇവരും കൂടി ഉപദ്രവിക്കുകയാണ്. തിരുവമ്പാടിയിലും ഉണ്ടത്. പക്ഷെ അത് തിരിച്ചറിയേണ്ടത് ആരാ? ആ ഭാരവാഹികൾ തന്നെ. അവരിതിലൊരു ഒത്തൊരുമ ഉണ്ടാക്കി അതിൻ്റെ കാര്യം കൃത്യമായി നമ്മുടെ അമ്പലങ്ങളെ എന്താ പറയുക ദുരുപയോഗം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. ദേവസ്വം ഒരു കാര്യം കൂടി ഇപ്പൊ സാറ് പറഞ്ഞു, ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്ത് ചെരുപ്പിട്ട് കയറുന്നു. സാറേ, ഒരു കാര്യം കൂടി കേട്ടോളൂ. ഹൈക്കോടതി ഡയറക്ഷൻ ഉണ്ടായിരുന്നു തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടി അമ്പലത്തിന്റെ, അതായത് തിരുവമ്പാടി പാറമേക്കാവ് വടക്കുന്നാഥൻ, അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഷൂ ഇട്ടോ ചെരുപ്പിട്ടോ പോലീസുകാർ കയറരുതെന്ന്. പക്ഷെ അത് കൃത്യമായി ഹൈക്കോടതി ഓർഡറും തെറ്റിച്ചുകൊണ്ട് പോലീസുകാർ അന്ന് മുഴുവൻ അതിൻ്റെ ഉള്ളിൽ ഷൂ ഇട്ടിട്ടായിരുന്നു. ആരും ടേക്കപ്പ് ചെയ്തില്ല. ഒരു കോലാഹലം ഉണ്ടാക്കി കുറച്ച് നാൾ നേരെ ഇതൊക്കെ ഉണ്ടാക്കി അവസാനിച്ചു. അതാണ് ഹിന്ദുക്കൾക്ക് പറ്റുന്ന തെറ്റ്. നമ്മൾ ടേക്കപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ അവസാന രീതി വരെ എത്താൻ വേണ്ടിയുള്ള ഫൈറ്റ് നടത്തണം. അതാണ് വേണ്ടത് ഈ ഹിന്ദു സംഘടനകൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇനി ആകെ ഒരു പോംവഴി ഈ വിഷയങ്ങൾ പല അമ്പലങ്ങളിലും നടക്കുന്ന അനീതികൾക്കെതിരെ എല്ലാം കൂടി ഹൈക്കോടതി മുമ്പാകെ കൊണ്ടുവന്ന് കൃത്യമായ ഡയറക്ഷൻ, കൃത്യമായി ഇവരുടെ രാഷ്ട്രീയ പ്രകടനങ്ങൾ നടത്താനുള്ളതല്ല തേക്കങ്ങാട് മൈതാനം. അല്ലെങ്കിൽ ഇപ്പോ വരുമാനം ഉണ്ടാക്കാനാണ് എന്നാണ് പറയുന്നത്. അതും തെറ്റാണ്. ഇവർ വരുമാനം ഉണ്ടാക്കാൻ പലതും അക്കൗണ്ടിൽ പോലും വരാത്താണ് പോണത്. ഇപ്പോ നിങ്ങളൊന്ന് ആലോചിക്കണം, ഏതെങ്കിലും പള്ളിയുടെ മുറ്റത്ത് ഷോറൂമുകളുടെ കാറുകളുടെ ഷോറൂം പ്രദർശനം ഉണ്ടോ? അല്ലെങ്കിൽ ഒരു എന്താ പറയുക ബൈക്ക് ഷോറൂമുകളുടെ പ്രദർശനം ഉണ്ടോ? വടക്കുന്നാഥൻ്റെ കോമ്പൗണ്ടിൽ നിങ്ങൾ വന്ന് കണ്ടാൽ എപ്പോഴും കാണാതൊക്കെ, അതായത് ഓരോ കാർ കമ്പനിക്കാരുടെ പരസ്യം, അവരുടെ പ്രൊമോഷൻ, കുറേ എന്താ പറയുക രാഷ്ട്രീയക്കാരുടെ പരിപാടികൾ, ഇതൊക്കെ നിർത്തലാക്കാനുള്ള നടപടികൾ ഇവിടുത്തെ ഹിന്ദു സമൂഹം എന്ന് പറയുന്ന നേതാക്കന്മാര് നിയമപരമായി ഇവിടെ ശ്രീകുറുമ്പ ദേവി ക്ഷേത്രത്തിൽ നമ്മൾ കണ്ടതാണ്. താലപ്പൊലി മഹോത്സവമാണ്. അവിടെ ഉയർത്തിക്കൊണ്ടുവന്നത് ഡിവൈഎഫ്ഐയുടെ കൊടിതോരണങ്ങളായിരുന്നു. ഭക്തർ ഒരു ഭാഗത്ത് കലശവുമായി പെൺകുട്ടികൾ ഇങ്ങനെ പോകുമ്പോൾ അതിന് പുറകെ വന്നത് ഡിവൈഎഫ്ഐയുടെ കൊടിതോരണങ്ങളുമായിട്ടായിരുന്നു ഒരു വിഭാഗം എത്തിയത്. കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിൽ നമ്മൾ കണ്ടതാണ്. എന്തിന് തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭന്റെ സന്നിധിയിൽ ശ്രീപത്മനാഭന്റെ ആറാട്ടു മണ്ഡപത്തിൽ CPM-ന്റെ രാഷ്ട്രീയ പാർട്ടിക്കായുള്ള ഒരു ചടങ്ങിൽ കുടുംബശ്രീക്ക് പാചകപ്പുര നൽകിയത് ഈ ആറാട്ടു മണ്ഡപമാണ് എന്നുള്ളതാണ്.